ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളയും മാലയൊന്നുമല്ല, നമ്മൾ ബാഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാഗോ കുടയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താ സംഭവങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. ഞാൻ കുറച്ച് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീ ചെയിൻ. ഈ കീ ചെയിൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനില്ലാന്ന് ഞാൻ പറയാമെന്നുള്ളത്, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കീ ചെയിൻ. ഇത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം നമ്മളിവിടെ ഗിയർ വെയർ എടുത്തിട്ടുണ്ട്. 3mm എടുക്കണ്ട, 5mm നല്ല ഇതാണ് 4 എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാണ് കീ ചെയിൻ ഇടണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് കുറച്ചൊരു അത്യാവശ്യം ലെങ്ത്തിൽ, അധികമൊന്നും വേണ്ട, കുറഞ്ഞൊരു ലെങ്ത്തിൽ ഇതാ ഇത്ര വലുപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ. നമ്മളൊരു കൈ പിടിച്ചിട്ട് ഒരു മുട്ടിന് വരെ ഇത്ര എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത്രയും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, ഞാൻ എടുത്തു എന്നുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു ബീഡ്, ഇത് ഏത് ബീഡ് വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ബീഡാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ക്രിസ്റ്റൽ എടുത്തു എന്നുള്ളൂ, ഒന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഹെയർ ബ്രൂച്ചിനും ഹെയർ വൈനൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കാനൊന്നും പ്രത്യേകിച്ച് എല്ലാവർക്കും പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ സ്റ്റാർ ബീഡോ അല്ലെങ്കിൽ ഫ്ലവർ ബീഡോ ഏതെങ്കിലും. ഇപ്പം എൻ്റെ അടുത്ത് ഒരു തുള്ളി ഫ്ലവർ ബീഡ്സ് ഏതുമില്ല, ഞാൻ ഇപ്പോൾ കുറേ തിരഞ്ഞു, ഒരു ഫ്ലവർ ബീഡ്സും ഇല്ല. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാർ ബീഡ് എടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലത്തെ സ്റ്റാറോ അല്ലെങ്കിൽ ഫ്ലവറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്താണ് കണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് ഒരു ക്രിസ്റ്റൽ കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലെറ്റർ ബീഡാണ് കാര്യമായിട്ട് വേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ മോള് ഇതാണ്. അപ്പോൾ ഇതെന്തിനാന്ന് എല്ലാവർക്കും ഇതുണ്ടാവും. അപ്പോൾ നമുക്കൊന്നെങ്കിൽ ഇത് ബാഗിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെയെന്തെങ്കിലും കാണിച്ചു കണ്ടോളൂ കേട്ടോ. ബാഗിൽ അല്ലെങ്കിൽ നമ്മൾ കുട ഉണ്ടാവുമല്ലോ. കുടയിൽ നമ്മളൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നു കുട നമ്മൾ സ്കൂൾ വരാന്തയിലൊക്കെ വെക്കുക. അപ്പോൾ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വരാന്തയിൽ ആക്കിയിടും, ഇത് വെക്കും. അപ്പോൾ കുട മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ നെയ്സിൽ പൊട്ടിച്ചിട്ട് പേരൊക്കെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഒരേ മാതിരിയായിരിക്കും, പൊടിക്കൊന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല, കാരണം ഒക്കെ ഒരേ സെയിം തന്നെ ആയിരിക്കും. ചിലതൊക്കെ ഇപ്പോഴാണ് വെറൈറ്റി കുടകളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കസ്റ്റമർ ഇതാ നമ്മളെ വീടിൻ്റെ പേര് വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അവർ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അതവർ ബാഗിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാംസൊക്കെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ ടെഡീസ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയും വെക്കാം കേട്ടോ. അതൊക്കെ ഓരോ ഐഡിയക്ക് അനുസരിച്ച് വെക്കാൻ നോക്കുക. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വളയുടെ മോഡൽ പറഞ്ഞു തന്ന ആ ഫ്രണ്ട് തന്നെയാണ് ഇതും പറഞ്ഞു തന്നിട്ടുള്ളതെന്നില്ല കേട്ടോ. അപ്പോൾ അവർ കുറച്ച് മുന്നേ പെരുന്നാളല്ല, സ്കൂൾ തുറക്കണതിൻ്റെ മുൻപാണ് എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്, ഈ മോഡൽ. സ്കൂൾ തുറക്കണതിന് 2 ദിവസം മുന്നേറ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരാഴ്ച മുന്നേ വിട്ടരണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കിന് ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പുതിയ ബാഗ് വെച്ചപ്പോൾ അവർക്കൊരു ഓർഡറും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപക്കാ സെയിലാക്കിയെന്നൊക്കെ നമ്മൾ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ഇതൊരു പേരാണെന്നുണ്ടെങ്കിൽ പേരിൻ്റെ അവസാനത്തെ ഭാഗത്തോട്ട് കേട്ടോ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ പേര് സഫ ഫസ്ര എന്നാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ഭാഗത്തുണ്ടാവുമല്ലോ, അങ്ങനെ ഇട്ട് ചെയ്യാനല്ല, മറ്റേ ചേക്കും എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതെങ്ങനെ ഇട്ടാലും ഒന്നുമില്ല. അപ്പോൾ 2 കൂടിയുള്ള പേരായതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിലൊരു സഫ എന്ന് കഴിഞ്ഞിട്ടുള്ള കൊടുത്ത് ഒരു ഇത് ഹാർട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ നോർമൽ ബീഡ്സ് ഏതെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും ബീഡ്സൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒക്കെ ചെയ്താൽ മതി. നമുക്ക് ഏതാ ബീഡ്സ് ഉള്ള ചില ലെറ്റർ ബീഡ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉപകാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ചില ആൾക്കാർക്ക് ഇതിപ്പോൾ ബോയോ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ മാലയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതണ്ട, ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെസിൻ ആർട്ടിലൊക്കെ കീ ചെയിനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതേപോലെ എന്തുകൊണ്ട് ഈ ലെറ്റർ ബീഡിൽ നമുക്ക് കീ ചെയിൻ ചെയ്തുകൂടാ? അങ്ങനെ ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെ? അങ്ങനെയും ചെയ്യാമല്ലോ. റെസിൻ ആർട്ടിൽ മാത്രമല്ലല്ലോ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാക്കണേ, ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഫസ്റ്റ് ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുക. ക്രിസ്റ്റൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കീ ചെയിൻ ഉണ്ടാവുമല്ലോ, കീ ചെയിൻ്റെ ഈ വട്ടക്കണ്ണി ഉണ്ടാവുമല്ലോ, ഇതിൽ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളിൽ കൂടെ വേണമെങ്കിലും ഇടാം. അതൊക്കെ ഓരോരുത്തർ ഇതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ വട്ടക്കണ്ണി അല്ലേ, ഈ 2ാമത്തെ വട്ടക്കണ്ണി ഉണ്ടല്ലോ, ഇതിൽ കൂടെയാണ് ഇടുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ആകുമ്പോൾ ചെറിയ ലെങ്ത്ത് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ മുന്നായിട്ട്
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിങ്ക് ആദ്യം ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. എന്താ ഈ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഗിയറിലൊക്കെ വലിച്ചെടുക്കും പോലെ വലിച്ചെടുത്താൽ മതി. ഒന്ന് പിരിച്ചു കൊടുക്കാൻ നോക്കാം കേട്ടോ. എന്നാലേ ഒരു ടൈറ്റിലവിടെ നിൽക്കുള്ളൂ. പിരിച്ചു കൊടുക്കുക കേട്ടോ. ഈ ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ഇതന്നെ അത്യാവശ്യത്തിന് ലെങ്ത്തിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഈ ഇത് ഒരു കുറവാണ് കേട്ടോ. ചെങ്ങല എന്ന് പറയുള്ളത് ഇത് കുറച്ച് കുറവാണ്. നമ്മുടെ അടുത്ത് എൻ്റെ അടുത്തില്ല ചെങ്ങല. ഇത് കുറച്ച് കുറവാണ് ലെങ്ത്ത് കേട്ടോ. ലെങ്ത്തിൻ്റെ കാര്യം പറയുന്നത്. ഇത് നമുക്കിങ്ങനെ കുറച്ച് പിരിച്ചിട്ട് കൊടുക്കുക. അല്ല ഇപ്പം തന്നെ പിരിക്കണ്ട. ഞാനത് ഫസ്റ്റ് ചെയ്യാൻ കേട്ടോ. അതാണ് എനിക്ക് എൻ്റെ അടുത്ത് തപ്പിപ്പോയ ഇതെങ്ങനെ എനിക്ക് അവർ ഫോട്ടോ വിട്ടെന്നല്ല ചെയ്തത്. ആ വള ചെയ്യാൻ ഒരു പണിയില്ലായിരുന്നു. കട്ട് ചെയ്താൽ ഇതൊക്കെ ഒട്ടിക്കായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ചെയ്താലാണ് നല്ല വൃത്തിക്ക് ഉണ്ടാകുക എന്നതിൽ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ട. ഫസ്റ്റ് ഇവിടെ അല്ല, അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇത് എൻഡിൽ ചെയ്യാൻ നല്ലത്. അതാകുമ്പോൾ ഇതുണ്ടാവും. ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്രിസ്റ്റൽ ബീഡ്സ് നേരത്തെ കാണിച്ച പോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് നിങ്ങൾക്ക് ഏത് വീട് വേണം ഇടാട്ടോ. ഞാൻ പറയണ കേട്ടുകൊണ്ട് അതിട്ട് ഇതിട്ടെന്ന് പറയാൻ നിൽക്കരുത്. ഇതാ ഈ ഒരു വീട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ഐഡിയ കാണിക്കുന്നുണ്ട്. ഐഡിയ അല്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മളെ ഹെയർ ബ്രൂച്ച് ഹെയർ ബാനൊക്കെ കുറേ ചെയ്തതായതുകൊണ്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കാം. എന്നിട്ട് നമ്മൾ കീച്ചനോട് പോയി ഇതാ ഈ കീച്ചേൻ്റെ എന്നിട്ട് നമ്മൾ നല്ലോണം പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിരിച്ചു കൊടുക്കാൻ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ ബാലൻസ് വരുന്നത് ഇത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഐഡിയ പറഞ്ഞതെന്നുള്ളൂ. ഇനി ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പറയാൻ നിൽക്കണ്ട. ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയൊക്കെ പിരിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ഇതാക്കിയാലും നിൽക്കാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് ഇത് എങ്ങനെ സെയിലാക്കാമെന്നുള്ളത് പറഞ്ഞു തരികയാണ്. കാരണം ഇപ്പോൾ ലെറ്റർ ബീഡൊക്കെ ചില ആൾക്കാർക്ക് കുറേ പീസ് ഉണ്ടാവും. അപ്പോൾ ഈ ലെറ്റർ ബീഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്ക്. അപ്പോൾ അത് നമുക്ക് ബാഗിലൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ട്രെൻഡ് ഇതായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തലയിലും മാലയിലും ബ്രേസ്ലെറ്റിലൊക്കെ പേര് വെച്ച് കഴിഞ്ഞു. തലയിൽ ഹെയർ ബാൻഡ് മാത്രമല്ല ഹെയർ ക്ലിപ്പൊക്കെ നമ്മൾ പേര് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ബാഗും കുട പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിൽ ഇതിലൊക്കെ ഇനി പേര് വെക്കാനുള്ളൂ. അപ്പോൾ അതും നമ്മൾ കസ്റ്റമൈസറായി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 50 രൂപക്ക് വരെയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് അവർ ബാഗ് തരാമല്ല, നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് വാങ്ങിക്കല്ല. അവരെ ബാഗുമ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു കീ ചെയിൻ ഉണ്ടാക്കി വെച്ചാൽ അവർ വരുമ്പോൾ അവർക്ക് ബാഗ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു ക്യാഷാണ് ഞാൻ പറഞ്ഞത്. കാരണം ലെറ്റർ ബീഡ് വെച്ചിട്ടുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ടാവും. അപ്പോൾ കണ്ടല്ലോ. ഈ കൊമ്പൊക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി, അത്ര നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതിൽ ബാഗിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണാം. ഇത് ഇത്ര ഇറക്കം തന്നെ വേണമെന്നില്ല, കുറച്ചുകൂടി ഇറക്കത്തിലൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി ബീഡ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ മക്കളെ നമ്മൾ ബാഗിൽ സിബിൽ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ.
അപ്പോൾ എനിക്കിത് ഇങ്ങനെ മോഡലും ചെയ്യാം കേട്ടോ. ഞാനൊരു ഐഡിയ പറഞ്ഞതെന്നുള്ളൂ. നിങ്ങൾ ഇതുപോലത്തെ ഐഡിയക്കാണ് കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇനിയും വെറൈറ്റി ഐഡിയാസുകൾ എനിക്ക് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ, എൻ്റെതല്ല, ഞാൻ പറഞ്ഞ കസ്റ്റമർ അവരുടെ ഐഡിയ എങ്ങനെയുണ്ട് എനിക്ക് പറഞ്ഞത്. അവർക്ക് യൂട്യൂബൊന്നുമില്ല, അപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയാം. ഇതാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ മോൻ്റെ ബാഗാട്ടോ. അവരെന്നെ ആട്ടിപ്പായിക്കും. അവനിങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. ഇത് ഇനി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കാമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ ലെറ്റർ ബീഡ് മറ്റേ ലെറ്റർ ബീഡ് തന്നെയുള്ളൂ. ഞാനിതുവരെ അങ്ങനെ ലെറ്റർ ബീഡൊന്നും വെച്ചിട്ട് എടുത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞതാണ്. ഇതേ മോഡൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപ വാങ്ങാമെന്നാണ് പറഞ്ഞത്. അത് ബാഗിനല്ല, ഈ സാധനത്തിന് ബാഗിനല്ല. ഇങ്ങനെ കീ ചെയിനും നമ്മൾ ഈ ലെറ്റർ ബീഡും ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 50 രൂപ വാങ്ങാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു 5 ബാഗ് കിട്ടിയാൽ തന്നെ നമുക്ക് കഴിച്ചിലായില്ലേ. അത് എന്നും സ്ഥിരം ഉണ്ടാകണമെന്നില്ല, കൊല്ലത്തിലൊരു ബാഗല്ലേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കരുതാം. പിന്നെ ഒരു ഐഡിയ, ഞാനിപ്പോൾ ഇത് സ്ഥിരം വരുമാന മാർഗ്ഗമൊന്നുമല്ല. പക്ഷേ ഞാൻ സ്ഥിരം എന്താ പറയുക, ഇത് ലെറ്റർ ബീഡൊക്കെ കുറേ ബാലൻസ് ഉണ്ട്, അല്ലെ ഇതുകൊണ്ട് എന്താ ചെയ്യാന്നൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഇനി ഇതുകൊണ്ട് ചെയ്യാൻ മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നവർക്കാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.